ഈ ഒരു ഫോട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലെ. ഈ ഒരു ഫോട്ടോ നോക്കാൻ നല്ല സ്നേഹനിധികളായ ഭാര്യ ഭർത്താക്കന്മാരുടെ കുറച്ച് ഫോട്ടോകളാണ്. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും എന്ത് സ്നേഹനിധികളായ ഭാര്യ ഭർത്താക്കന്മാരല്ലേ. സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണ് അല്ലേ. ഇതെല്ലാം കണ്ടിട്ടാണ് ആൾക്കാർ ഭർത്താവിനെ വിലയിരുത്തുന്നത്. നോക്കുക അവരെന്ത് സ്നേഹനിധി, എന്ത് ഫോട്ടോ, എന്ത് ആൽബം എപ്പോഴും ഷെയർ ചെയ്യുന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഭാര്യയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പുറത്തേക്ക് കാണുന്ന സൗന്ദര്യമല്ല അകത്ത് എന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ഈ ഭാര്യയെ കൊന്നത്, ഈ കാണുന്ന ഭാര്യമാരെ കൊന്നത് ആരാണ്? കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവർ അങ്ങനെ മരിച്ചതല്ല. ആരാ കൊന്നത്? അവർ തന്നെ അവരെ കൊന്നു. ദാറ്റ് മീൻസ് ആത്മഹത്യ ചെയ്തു. വേറെ ഒരു ശ്രദ്ധിക്കേണ്ട വിഷയം, ഇതിലെല്ലാ ഭാര്യമാരും, കൊല്ല ചെയ്യപ്പെട്ട ഭാര്യമാരൊക്കെ എന്താണ്, നല്ല സമ്പന്നമാരാണ്. നല്ല രീതിയിൽ അവരെ കെട്ടിച്ച് വിട്ട നല്ല ഫാമിലിയിൽ നിന്ന് പോയ ആൾക്കാരാണ്. 50 പവൻ സ്ത്രീധനം മുകളിൽ കൊടുത്ത ആൾക്കാരാണ്. 100 പവനും 150 പവനും കൊടുത്ത ആൾക്കാരും ഇതിലുണ്ട്. നമ്മൾ വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ആത്മഹത്യ ചെയ്യാനുള്ള കാരണം, ആദ്യം നമ്മുടെ പ്രവാസ ലോകത്ത് ഷാർജയിൽ വിഭജിക എന്ന് പറയുന്ന സഹോദരിയുടെ ആത്മഹത്യയിലേക്ക് വരാം. 1.5 വയസ്സുള്ള പൊന്നുമോളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അതേ കയറിൽ തൂങ്ങി മരിച്ച ആ സഹോദരിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ 1.5 വയസ്സുള്ള ആ നൊന്തുപെറ്റ പൊന്നുമോളെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച ആ ധൈര്യത്തിൻ്റെ പകുതി ധൈര്യം മതി നിങ്ങൾക്ക് ഭർത്താവില്ലാതെ ജീവിച്ച് കാണിക്കാൻ. നിങ്ങളൊരു HR ആയിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു, നല്ല സാലറിക്ക് ജോലി ചെയ്യുന്ന ആളായിരുന്നു എന്നാണ് വായിക്കാൻ കഴിഞ്ഞത്, അറിയാൻ കഴിഞ്ഞത്. ആ ഒരു ജോലി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ആ 1.5 വയസ്സുള്ള പൊന്നുമോൾ, അവൾ എന്ത് തെറ്റ് ചെയ്ത് പക വീട്ടുകയാണ് നിങ്ങൾ. ഭർത്താവിനോടുള്ള പക, വീട്ടുകാരോടുള്ള പക നിങ്ങൾ ഇങ്ങനെയല്ല വീട്ടേണ്ടത്. 2 കൊലയാണ് നിങ്ങൾ ചെയ്തത്. ആ പൊന്നുമോൾ എന്ത് പിഴച്ചു? എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ സ്ത്രീകൾ സ്വയം കൊല ചെയ്യപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് കൊല്ലുന്നത്? ഭർത്താക്കന്മാരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എല്ലാവരും ഇതിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന എല്ലാവരും നല്ല വിദ്യാഭ്യാസം, നല്ല സമ്പന്നമായ കുടുംബം. ഇവർക്ക് പ്രശ്നം അഭിമാനമാണ്. ഇവർക്ക് പകയാണ് ഭർത്താക്കന്മാരോട്, വീട്ടുകാരോട് പക. അവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടാണ് തീർക്കുക. അല്ലെങ്കിൽ മനോവിഷമം, എന്ത് മനോവിഷമം പോയി. ഇത് എത്ര കുടിയന്മാരുണ്ട്, പൊന്നുപോലെ പോറ്റുന്ന എത്ര കുടിയന്മാരുടെ വീട്ടിൽ ഒരാളും ആത്മഹത്യ ചെയ്യുന്നില്ല. അവർക്ക് വിദ്യാഭ്യാസം ഇല്ല, അവർക്ക് ഒരുപാട് 100 പവൻ 50 പവനൊന്നും സ്ത്രീധനം കൊടുക്കാതെ കെട്ടിച്ചയച്ച, 10 പവന് പോലും സ്ത്രീധനം കൊടുക്കാതെ കെട്ടിച്ചയച്ച ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾ എത്ര വീട്ടിൽ എത്ര സന്തോഷമായി കഴിയുന്നു. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് കുറ്റക്കാർ നിങ്ങൾ തന്നെ പറയാം. ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഇതിനെക്കുറിച്ച് ചർച്ച നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ഇത് കൂടിക്കൂടി വരികയാണ്. നാളെ നമ്മളുടെ സഹോദരിമാർക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് കെട്ടിച്ച് വിടുമ്പോൾ നമ്മളുടെ പെങ്ങന്മാരോട്, നമ്മുടെ സഹോദരിമാരോട് പറയുക, എന്ത് വിഷമുണ്ടെങ്കിലും ഭർത്താക്കന്മാരിൽ നിന്ന് നിങ്ങൾ പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒളിച്ചു വെക്കരുത്. മരണപ്പെട്ട ശേഷമല്ല ഇത് പുറത്ത് പറയേണ്ടത്. ആത്മഹത്യ ഇതിന് പകയല്ല. ഇത് നിങ്ങളെ കൊല്ലുമ്പോൾ നിങ്ങളാണ്